ദീപു എസ് നായർ, സന്ദീപ് സദാനന്ദൻ എന്നിവർ തിരക്കഥയൊരുക്കി ഉല്ലാസ് കൃഷ്ണ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമ പുഷ്പക വിമാനം തിയേറ്ററിൽ പോയി കണ്ടു. നമുക്ക് ആ സിനിമയെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സിജു വിൽസൺ, ബാലു വർഗീസ്, ലെന, നമ്രത തുടങ്ങിയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. എടുത്തു പറയേണ്ട ചില പേരുകളുണ്ട്. ഒന്ന് രാഹുൽ രാജിന്റെ മ്യൂസിക്കാണ്, രവിചന്ദ്രന്റെ DOP ഉണ്ട്, അഖിലേഷ് മോഹന്റെ എഡിറ്റിംഗ് മികവുണ്ട്. അത് ഞാൻ പറയുമ്പോൾ തന്നെ അറിയാലോ, സിനിമയുടെ ആദ്യത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വിഷ്വൽ പരിപാടികളാണ്. അതായത് പരമാവധി, അതായത് ഈ ഒരു കഥാതന്തുവിൽ നിന്നുകൊണ്ട് എത്രത്തോളം രസകരമായി അതിൻ്റെ വിഷ്വൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം എൻഗേജിങ് ആയി അതിനെ നിലനിർത്താൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ സിനിമയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഫുൾ ചാർജ് എന്ന് പറയുന്ന പോലെ വളരെ കളർഫുള്ളായിട്ട്, എന്നാൽ അതേസമയം പടത്തിൻ്റെ ആ ഒരു മൂഡ് നിലനിർത്തിക്കൊണ്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. അത് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് നല്ല സ്റ്റൈലായിട്ടാണ്. മാത്രമല്ല അത് എഡിറ്റ് ചെയ്തിരിക്കുന്നതും വളരെ ഗംഭീരമായിട്ടാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ സിനിമയ്ക്ക് കണ്ടിന്യൂറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഡിറ്റിംഗ് പാറ്റേൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺഫ്യൂഷൻസ് ഇല്ലാതെ ഇത് അവതരിപ്പിക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കഥ പറച്ചിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറേ കഴിയുമ്പോൾ അപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആവുമായിരുന്നല്ലോ, അപ്പോൾ ഇത് ഇയാൾക്കും അറിയാമായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന പോലത്തെ കുറച്ച് കൺഫ്യൂസിങ് പരിപാടികളൊക്കെ ഉണ്ടാവും. പക്ഷേ പരമാവധി കൺഫ്യൂഷൻസ് കുറച്ച് അവതരിപ്പിക്കാൻ മൊത്തം സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ട്. അത് സംവിധാനത്തിലുള്ളൊരു മികവ് കൂടിയാണ്. അതിനോടൊപ്പം അതിനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വിഷ്വൽ തന്നെയാണ്. രണ്ടാമത്തെ പോസിറ്റീവ് മ്യൂസിക്കാണ്. രാഹുൽ രാജിൻ്റെ സംഗീതം നല്ല ജിൽ നിൽപ്പുണ്ട്. പ്രത്യേകിച്ച് ചെയ്സ് രംഗങ്ങളടക്കം അത്യാവശ്യം രസമായിട്ട് തന്നെയാണ് അവരത് ഡീൽ ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ പോസിറ്റീവ് ഫൈറ്റാണ്. സിജു വിൽസൺ ഒരുപാട് ആക്ഷൻ സിനിമകൾ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പെപ്പയൊക്കെ പറയുന്നത് പോലെ ഈ ആക്ഷൻ രംഗങ്ങൾ, അതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ നന്നായി വഴങ്ങുന്ന, നല്ല എഫേർട്ട് ഇടുന്നത് എന്ന് നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ ഫീൽ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് സിജു വിൽസൺ. പുള്ളിയുടെ ഫൈറ്റ് രംഗങ്ങൾ നല്ലതായിരുന്നു. ആ ഫൈറ്റ് കൊറിയോഗ്രാഫിയും എനിക്ക് ബെറ്ററായിട്ട് തോന്നി. പിന്നെ ഈ പടത്തിൻ്റെ കോൺസെപ്റ്റാണ്. ഇത് കുറച്ച് പഴയ പരിപാടിയൊക്കെ തന്നെയാണ്. നമ്മൾ ആദ്യമായിട്ടല്ല ഇങ്ങനൊരു പാറ്റേണിലൊരു കഥ പറച്ചിൽ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ തിയേറ്ററിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പക്ഷേ മലയാള സിനിമ മാത്രം കാണുന്ന ഓഡിയൻസിനെയൊക്കെ സംബന്ധിച്ച് ഇതൊരു വൻ പുതുമയായിരിക്കാം, അല്ലെങ്കിൽ ഒത്തിരി ഒന്നും കണ്ടിട്ടില്ലാത്ത ഒരു പാറ്റേൺ ആയിരിക്കാം. പക്ഷേ കോൺസെപ്റ്റ് പഴയതാണെങ്കിലും അത് ചെയ്തിരിക്കുന്നത് വെടിപ്പായിട്ടാണ്. പിന്നെ പറയേണ്ടത് പെർഫോമൻസുകളാണ്. എല്ലാവരും അവർക്ക് കിട്ടിയിട്ടുള്ള കഥാപാത്രങ്ങളെ രസമായിട്ട് അവതരിപ്പിച്ചു എന്നാണ് അതിൽ പറയാനുള്ളത്. ഇതിൽ സിജു വിൽസണും ബാലു വർഗീസും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു പെർഫോമൻസ് നടത്താനുള്ള സ്പേസ് അധികം ആർക്കും കിട്ടിയിട്ടില്ല, ഇൻക്ലൂഡിങ് ദ മെയിൻ വില്ലൻ. അവർ ഗെറ്റപ്പിലും ബോഡി ലാംഗ്വേജിലും ഒക്കെ നിൽക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഡിഫറെൻറ്റ് ക്യാരക്ടർ ട്രാവൽ എന്നൊക്കെ പറയുന്ന പോലത്തെ പരിപാടികൾ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീൻ ടു സീൻ പ്രഡിക്റ്റബിലിറ്റി വരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സിനിമ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ നായകനും മറ്റൊരാളും കൂടി വരുന്നുണ്ട്. ആ വരുമ്പോൾ തന്നെ ഇൻക്ലൂഡിങ് ആ കളറിങ്ങും പിന്നെ പുള്ളിയുടെ വേഷവും എല്ലാം കൂടി കാണുമ്പോൾ അറിയാം ഇയാൾ ഇങ്ങനെ ഒരാളായിരിക്കും എന്നുള്ളത്. എക്സാക്റ്റ് ഇന്ന ആളായിരിക്കും എന്നുള്ളതല്ല, എന്തായിരിക്കും ആ പരിപാടി എന്നുള്ളത് ഏകദേശം നമുക്ക് മനസ്സിലാവും. ആൻഡ് അതിന് ശേഷം ഇൻ്റർവെൽ പഞ്ച് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയായിരിക്കും സിനിമ മുന്നോട്ട് പോകുക എന്നുള്ളത് ഒരു പോയിന്റിൽ നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ് അടുത്ത ട്വിസ്റ്റ് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കോൺസെപ്റ്റ് അത്ര പുതിയതല്ല. ഇതിനെ പല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുള്ള സിനിമകൾ മുൻപും വന്നിട്ടുണ്ട്. വിവിധ ഭാഷകളിലായിട്ട് വിവിധ ഇൻഡസ്ട്രികളിൽ നിന്ന് ഹിറ്റായിട്ടുള്ള സിനിമകൾ അടക്കമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ടാവും, ഇതിങ്ങനെ ആയിരിക്കും, ഇങ്ങനെ പോകുന്നുണ്ടല്ലേ, മിക്കവാറും തിരിച്ചു പോരും എന്നൊക്കെ പറയുന്നത് പോലത്തെ കുറച്ച് പ്രഡിക്റ്റബിൾ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ സിജു വിൽസൻ്റെ തന്നെ ഇന്നു മുതൽ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അത് കണ്ടുപോകണുണ്ടോ? രസമുള്ളൊരു പടം. ഒരു കൊച്ചു പടമാണ്, ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല, അത് ചുമ്മാ കാഷ്വലായിട്ടിരുന്ന് കാണാൻ പറ്റുന്നൊരു പടം. ആ പടത്തിൽ സിജു വിൽസൺ ഈ സിമിലർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് എനിക്ക് സിനിമയുടെ തുടക്കത്തിൽ ഒരു ഏകദേശ ധാരണയൊക്കെ കത്തി. രണ്ടാമത്തെ കാര്യം, ഈ സിനിമ ചുരുളഴിഞ്ഞ് വരുമ്പോഴേക്കും അതിലെവിടെ ഒരു ആവേശം കുറയുന്നത് പോലെ തോന്നി. എന്ന് വെച്ചാൽ ഇതിനകത്തൊരു സസ്പെൻസ് എലമെൻ്റ് ഉണ്ട് അവസാനത്തേക്ക് റിവീൽ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. പക്ഷെ അത് തുടക്കത്തിലേക്ക് കിട്ടിത്തുടങ്ങി എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് ഇതിലെ വില്ലൻ ക്യാരക്ടർ, പുള്ളിയുടെ പെർഫോമൻസ് മുമ്പ് കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് സിമിലാരിറ്റി വെച്ചിട്ട് ഞാൻ പുള്ളിയിലേക്ക് എത്തി. ഈ സിനിമയിൽ ഇല്ലാത്ത മറ്റൊരു അഭിനേതാവിൻ്റെ ശബ്ദവുമായി ഒരു സാദൃശ്യം തോന്നിയെന്നുള്ള ഒരു കാര്യമുണ്ട്. പക്ഷേ ഏകദേശം ഇതിങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു ഗ്രാൻഡ് ട്വിസ്റ്റ് വരാൻ സാധ്യത എന്നുള്ളത് ആദ്യമേ തോന്നിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇതിലെ കോർ ഇൻസിഡൻസ് ഉണ്ടല്ലോ, അതൊരു ഭയങ്കര ഒരു ഫീല് തരുന്നതായിരുന്നില്ല. ഇങ്ങനൊരു ക്രൈം, ഇങ്ങനൊരു ട്വിസ്റ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഫീല് നമുക്ക് ഉണ്ടാവണമല്ലോ, അത്ര അങ്ങോട്ട് എത്തിയില്ല എന്ന് എനിക്ക് തോന്നി. പിന്നത്തെ ഒരു മെയിൻ പ്രശ്നം, ഇതിൽ ഇവർ ഈ നായകനും കൂട്ടുകാരനും ഒക്കെ ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടുന്നുണ്ട്. അത് ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ആ പ്രശ്നം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് അവരുടെ തന്നെ ആ സമയത്തുള്ള തെറ്റായ തീരുമാനങ്ങളിൽ നിന്നുകൊണ്ടാണ്. പക്ഷേ ആ തീരുമാനങ്ങളിലേക്ക് ആ ക്യാരക്ടർ എത്തുന്നു എന്നുള്ളത് എനിക്കത്ര കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. എന്ന് വെച്ചാൽ അവരെ കൊണ്ട് നിർബന്ധിച്ച് കഥ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകണം, അതുകൊണ്ട് അവരെങ്ങനെ ചെയ്യട്ടെ എന്ന് പറയുന്നത് പോലെ തോന്നി. കാര്യം ഏതെങ്കിലുമൊക്കെ പോയിന്റിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദ്യം ചെയ്യാനും ഒരു ഡിസ്കഷൻ ഉണ്ടാവാനും ഒക്കെയുള്ള സാധ്യതകളുണ്ടായിരുന്നു. ക്രൈമിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, അത് അങ്ങോട്ട് കൺവിൻസിങ് ആയില്ല. ഫസ്റ്റ് ഹാഫിൽ
ഇവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ, അയ്യോ ഇവനെന്തിനാ ഇങ്ങനെ ചെയ്ത്, അതിപ്പം നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, അത് ഞാനല്ലല്ലോ അവരല്ലേ ചെയ്യുന്നതെന്ന്. പക്ഷേ അവരെ അതുവരെ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വെച്ചിട്ട് ആ ക്യാരക്ടർ അങ്ങനൊരു തീരുമാനം ആ സമയത്ത് എടുക്കില്ല, അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു ഘട്ടത്തിലെങ്കിലും അത് ഇങ്ങനെ ചെയ്യാനൊരു തോന്നലുണ്ടാകുമായിരുന്നല്ലോ എന്നൊക്കെ പറയുന്ന ഒരു ഫീലാണ് എനിക്കുണ്ടായത്. ആ ഒരു കൺവിൻസിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടി കാണണം എന്നാഗ്രഹിക്കുന്ന, അത് കണ്ടു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ കൊള്ളാലോ അവരിങ്ങനെ ചെയ്തിട്ടുള്ളത് നന്നായിട്ടുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഞാനൊരു പക്ഷേ ഈ സിനിമ സജസ്റ്റ് ചെയ്തേക്കാം. എന്നെ സംബന്ധിച്ചൊരു വൺ ടൈം വാച്ചബിൾ അനുഭവമായിരുന്നു പുഷ്പക വിമാനം എന്ന് പറയുന്നത്. ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഒരുമിച്ച് ഒന്നുകൂടി പറയുകയാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്നല്ല, ഒരുപാട് ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിനെ തരക്കേടില്ലാത്ത രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു സിനിമ. പക്ഷേ ഇതെൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് എന്നുള്ളത് തിയേറ്ററിൽ സിനിമ കണ്ട ആളാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.